ഏകദേശം തവണീമത്തെല്ലാം പടഞ്ഞു, വെള്ളമെല്ലാം അങ്ങ് മാറി. വെള്ളത്തിൻ്റേതായ കുഴപ്പങ്ങളൊന്നും വന്നിട്ടില്ല ഇതുവരെയായിട്ട്. പ്രശ്നങ്ങളെല്ലാം സോൾവായി. അത് കരിഞ്ഞു പോയ തണ്ടയിൽ നിന്ന് വേറെ ബ്രാഞ്ച് വന്ന് അതിനെ മാറ്റിയെടുക്കും. അതാണ് സംഭവം. പക്ഷേ കുഴപ്പമില്ല, എല്ലാം ഓക്കെ ആയിട്ട് ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല കാപിടുത്തമുണ്ട്. പഴയതിനെക്കാട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ കാപിടുത്തമുണ്ട്. കുഴപ്പമില്ല. പിന്നെ തേനീച്ചയുടെ ഒരു കുറവുണ്ടായിരുന്നു, ഇപ്പോൾ അതങ്ങ് മാറിക്കിട്ടി. ഇപ്പം നല്ലതായിട്ട് തേനീച്ച വരുന്നുണ്ട് തോട്ടത്തിൽ. നേരത്തെ തോട്ടത്തിൽ വരെ കുറവായിരുന്നു, കാരണം ഞാൻ ഇവിടെ മുഴുവൻ റബ്ബർ ആയതുകൊണ്ട് അങ്ങോട്ട് വരുന്നില്ലായിരുന്നു ഈച്ച. ഇപ്പോഴെന്തായാലും ഈച്ചയെല്ലാം ആയിട്ടുണ്ട്, കുഴപ്പമില്ല. ഇതൊരു അത്യാവശ്യം നല്ലൊരു വെറൈറ്റി ഒരു തണ്ണിമത്തനാണ് ഈ ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ 3 ഇനമാണ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ കാപിടുത്തമുണ്ട്. കാപിടുത്തം പറഞ്ഞാൽ മൂട്ടിന് നല്ലതായിട്ട് കാപിടിക്കുന്നുണ്ട്. ഇത് സൂപ്പർ ഷക്കർ എന്ന് പറഞ്ഞൊരു മോഡലാണ്. സൂപ്പർ ഷക്കർ 50 എന്ന് പറഞ്ഞൊരു മോഡൽ. അത്യാവശ്യത്തിന് നല്ല രീതിയിൽ കാപിടുത്തമുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഇത്. ദേശം നല്ലതായിട്ട് കാടൊക്കെ കയറി. നല്ലതായിട്ട് പടർന്നിട്ടുണ്ട്. കാ പിടിച്ച് വന്നതുകൊണ്ട് പല ടൈപ്പുള്ള കായകളുണ്ട്. ഇത് മഞ്ഞ അകമ്പാകം മഞ്ഞുള്ള ടൈപ്പാണ്. ഇത് ഏകദേശം ഒരു കാവിടുത്തം നല്ലതായിട്ട് വരുന്നുണ്ട്. മഞ്ഞെന്ന് പറയുമ്പോൾ എനിക്കൊന്ന് അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഒരു വെറൈറ്റിയാണ് മഞ്ഞ. വേണ്ടൊരു വലിയ ഇത് അത്യാവശ്യം നല്ലൊരു വെറൈറ്റിയാണ് അകം മഞ്ഞെന്ന് പറയുന്നത്. അതെ, ഇവിടെ ഞങ്ങളുടെ വലിയ മൂവ്മെൻറ്റ് കുറവാണ് ഇതിനൊന്നും. കഴിഞ്ഞ വർഷം ചെയ്തിട്ട് ആർക്കും വേണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ ചെയ്യുന്നു. അത് കുറച്ചവിടെ ചെയ്തിട്ടുള്ളൂ. ഏകദേശം ഒരു 100 ചൂടങ്ങാണ്ടേ ഇട്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ചുവപ്പാണ് വേണ്ടത്. ആവശ്യാനുസരണം കൃഷി ചെയ്യുവാണ്, അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇതാണ് അത്യാവശ്യം നല്ലൊരു തേനീച്ചയൊക്കെ ഉണ്ട്. തേനീച്ച തന്നെ എല്ലാ ഈച്ചകളും ഉണ്ട്. ഇതാണ് കാപിടുത്തം. അത്യാവശ്യം നല്ല രീതിയിൽ കാപിടിക്കുന്നുണ്ട്. ഇരിക്കുന്നത് ഞാൻ ചെയ്തത്തോളം ഉള്ള വെറൈറ്റിയിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ കാപിടുത്തവും കൂടുതലായിട്ടുള്ളത് ഇതാ സൂപ്പർ ഷക്കർ എന്ന് പറഞ്ഞൊരു ഇതിനാണ്. ഉണ്ടായി കഴിയുമ്പോൾ ബാക്കി പറയാം.